ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 2-3 days ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്രേവിംഗ് എന്ന് പറയില്ല, ആ സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 days കൊണ്ട് ഇൻസ്റ്റയിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെൽജിയൻ വേഫിൾസിന്റെ ഒരു പോസ്റ്റ് കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണാഫ വെച്ചിട്ടുള്ള വാഫിച്ച് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ചോക്കോ കുണാഫ വാഫിച്ച്. എനിക്ക് ചോക്ലേറ്റും ഭയങ്കര ഇഷ്ടമാണ്, കുണാഫയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് എനിക്ക് അതെപ്പോൾ കണ്ടോ അപ്പം തൊട്ടിട്ട് എനിക്കിത് കഴിക്കണം. സോ ഞാൻ ഇങ്ങനെ അതിനൊരു ടൈം നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ മോർണിംഗേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നു. എന്തായാലും ഇന്ന് ബെൽജിയൻ വാഫിൾസിൽ പോയി ഞാൻ എന്തായാലും അതിന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയേക്കാണ്. സോ ആദ്യം ഞാൻ നേരെ പോയിട്ട് സിസ്റ്ററിനെ പോയി പിക്ക് ചെയ്യാൻ പോകുന്നു. എന്നിട്ടൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യില്ല. അതെന്ന് പറയുന്നത് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പതിയെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും, ബിക്കോസ് ഞാനതൊരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഞാനിപ്പോൾ ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സർപ്രൈസ് കിട്ടുന്ന ആൾക്ക് ആ സമയത്ത് ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഞാൻ അതിപ്പോൾ റിവീൽ ചെയ്യില്ല. സോ അത് പക്ഷേ അതെൻ്റെ വരുന്ന വീഡിയോസിൽ ഒരു 2-3 months ഇടയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പം നേരെ പോയി സിസ്റ്ററിനെ പിക്ക് ചെയ്യുക, നേരെ പോയി ആ സർപ്രൈസിന്റെ കാര്യം സെറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ ചെന്നിട്ട് വാഫിച്ച് കഴിക്കുക. വാഫിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്ററിന് ഒരു കുറച്ച് ദിവസം മുന്നേ KFC ഒരു മീഡിയം സൈസ് പോപ്കോൺ മേടിച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ പകുതി ഞാൻ തന്നെ സിസ്റ്റർ വരുന്നതിന് മുന്നേ കഴിച്ച് തീർത്തായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കടമായിട്ട് ആൾക്കൊരു എന്താ പറയുക മീഡിയം സൈസ് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് നേരെ പറ്റുമെങ്കിൽ എനിക്കതും കൂടെ മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ. ഇന്നും പതിവ് തെറ്റാതെ എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. അതുകൊണ്ട് നേരെ ചെന്ന് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വേണം ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് സിസ്റ്ററിനെ കാണാൻ പോകുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാർ ഇടയിൽ ഒന്ന് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൈക്ക് എടുത്ത് കാറിൽ വെക്കാൻ മറന്നുപോയി. അത് കാരണം കൊണ്ട് എൻ്റെ കയ്യിൽ മൈക്കില്ല. സോ ഇന്നത്തെ എൻ്റെ വോളിയം അത്ര സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ടോളറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ നമ്മൾ നമ്മുടെ പെട്രോൾ ടാങ്ക് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് നജുവിൻ്റെ അടുത്ത് പോകാം. അങ്ങനെ നമ്മൾ നജുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ആ സർപ്രൈസ് 11 കാര്യമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ വാഫിച്ച് കഴിക്കാൻ പോവാണ്. പിന്നെ എൻ്റെ സിസ്റ്ററിന് മറ്റേ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഇന്ന് വീട്ടിൽ നമ്മുടെ ഉമ്മ എന്തോ പ്രോൺസ് വെച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ടിട്ട് പിന്നെ സിസ്റ്റർ ഇന്നത് വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് വാഫിച്ച് കഴിക്കാൻ പോവാം. ഇവിടെ പാർക്കിംഗ് സ്പേസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ പോയി നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നെന്തോ എനിക്ക് ചോക്കോ കുണാഫ വാഫിച്ച് കഴിക്കാനുള്ള വിധി ഉണ്ടെന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് ഇന്ന് പാർക്കിംഗ് സ്പേസ് ഒക്കെ കിട്ടി. സോ അതുകൊണ്ട് ഞാൻ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് കഴിക്കാൻ പോകാം. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ചോക്കോ കുണാഫ വാഫിച്ച് ഓർഡർ ചെയ്യാൻ വന്നിട്ട് അവസാനം നമ്മൾ അത് പിന്നെ ഒരു ഗോർമെൻറ്റ് വേഫിൾ ഓർഡർ ചെയ്തു. പിന്നെ അതല്ലാതെ നജുവിനൊരു ഐസ് ടീയും പിന്നെ അത് കഴിഞ്ഞ് സിഗ്നേച്ചർ കോൾഡ് കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം എന്താ പറയുക ഒരു ലഞ്ച് കഴിക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും ഇന്നത്തെ എന്താ പറയുക നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന ഈ സ്നാക്ക്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന അവസ്ഥ. ഇതാണ് ചോക്കോ കുണാഫ വാഫിച്ച്. സോ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇതാണ് ചോക്കോ കുണാഫ വാഫിച്ച്. കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. എനിക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാടായിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? കോൾഡ് കോഫിയും ഐസ് ടീയും രണ്ടും കൂടെ ചേർന്ന് കുടിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് മേടിക്കാൻ പോയപ്പോൾ അവർ 2 എണ്ണം എടുത്തിട്ട് എൻ്റെ അടുത്ത് സെപ്പറേറ്റ് പറഞ്ഞു, ഇത് കോൾഡ് കോഫി ഇത് ഐസ് ടീ. ബിക്കോസ് അവർ വിചാരിച്ച് 2 പേര് കുടിക്കാന്നുള്ളത്. പക്ഷെ അവരൊരിക്കലും അവർ ഇമാജിൻ പോലും ചെയ്ത് കാണില്ല. 2 ഒന്നിച്ചതാ പോകുന്നത്. കുടിച്ചിട്ടും തീരുന്നില്ല. 2 എണ്ണം വേണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ 1 എണ്ണം ഓർഡർ ചെയ്തതിൽ വേറെ 2 എണ്ണമായിട്ടൊക്കെ ഓർഡർ ചെയ്ത് 2 പകുതിയായി. ഗൈസ് അങ്ങനെ ആക്ച്വലി വളരെ അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് എന്താ പറയുന്നത് ആനഫ വാഫിൾസ് അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമത് ആൽമണ്ട് ഫഡ്ജിൻ്റെ മറ്റേ ഗോർമെൻറ്റ് വാഫിൾ അത് കഴിച്ചു. പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കൈൻഡ് ഓഫ് ഫീലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മേ ബി 2 എണ്ണം കഴിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്നും ഒരു മടുപ്പ് തോന്നൂല്ലേ, ആ കൈൻഡ് ഓഫ് ഫീലാണെന്ന് തോന്നുന്നു. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഹാപ്പിച്ചൊക്കെ കഴിച്ചു. ഓക്കെ, അങ്ങനെ ഒരു അടിപൊളി ഫീൽ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ ഇല്ല, ഇനി മന്തി ഹൗസിലൊന്നുമില്ല, ഇനി എവിടെ ഇല്ല. ഇനി നേരെ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഡയറക്റ്റ് വീട്ടിലോട്ട് 6 മണി മുതൽ ഭയങ്കര ഹോട്ടാണ്, നല്ല ഹോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഈ വാഫിച്ച് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.